ദിയ എല്ലാ കാര്യങ്ങളും വളരെയധികം ഓപ്പണായി സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനു മുൻപുള്ള പ്രണയബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്കൂട്ടത്തിൽ ദിയയുടെ പഴയ കാമുകൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തി ടിക്ടോക്കിന്റെ രൂപത്തിൽ ദിയയെ ട്രോളുകയാണ് എന്നാണ് ആരാധകരുടെ പരാതി. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്തിനാണ് ഇപ്പോൾ ദിയയുടെ ഈ പഴയ കാമുകൻ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഇപ്പോഴൊരു ടിക്ടോക്ക് വീഡിയോയിൽ പറയുന്നത്, കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ലോകമിടിഞ്ഞു വീഴുവോ, അവസാനിക്കുമോ, ഇങ്ങനെ പറയുന്ന സിനിമാ ഡയലോഗിലാണ് ഇപ്പോൾ ടിക്ടോക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ടിക്ടോക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹം മനഃപൂർവ്വം ദിയയെ ഉദ്ദേശിച്ച് ചെയ്യുന്നു എന്നതാണ്. എല്ലാവരും പറയുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയാം. കാരണം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വച്ചിരിക്കുകയാണ് ദിയയുടെ ഈ പറഞ്ഞ പഴയ കാമുകൻ. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ദിയയുടെ ഈ പഴയ കാമുകൻ, അതായത് പഴയ ഈ ആൺ സുഹൃത്ത്, ഇവരെല്ലാവരും ചേർന്നിരുന്നൊരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എനിക്കപ്പോഴേ തോന്നി എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ പങ്കുവച്ചത്. അത് പങ്കുവച്ചപ്പോൾ തന്നെ ഇത് ദിയ കൃഷ്ണയെ ഉദ്ദേശിച്ചാണ് എന്ന് മാധ്യമങ്ങളെല്ലാം വാർത്ത എഴുതിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ വിശദീകരണവുമായി ഈ വ്യക്തി രംഗത്ത് വരുമായിരുന്നു, അല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ റീല് ചെയ്യില്ലായിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ടിക്ടോക്ക് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ദിയ കൃഷ്ണയെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയാം. എന്നാൽ ദിയ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ ജീവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആക്റ്റീവ് ആകാൻ പോലും ദിയയ്ക്ക് സമയമില്ല. കുഞ്ഞിൻ്റെ പിന്നാലെയാണ്. ഇന്ന് ദിയയ്ക്ക് വേദകുളി തുടങ്ങും, പിന്നെ നല്ല തിരക്കായിരിക്കും, ക്ഷീണവും, എപ്പോഴും ബിസി തന്നെയായിരിക്കും. അതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ എന്തായാലും സമയമുണ്ടാകില്ല. പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല. ഇതിനൊക്കെ അത്ര വില കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ദിയ കൃഷ്ണ എന്തായാലും ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ യൂട്യൂബിൽ മുഴുവൻ സമയം നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഇതിന് മറുപടി നൽകുമെന്നാണ് ആരാധകർ പറയുന്നത്. അതുവരെ ഈ പഴയ കാമുകൻ ഇങ്ങനെ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പലരും പറയുന്നുണ്ട്. ആരെ പേടിച്ചാണ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നപ്പോൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നത്? ഇതിനു മുൻപ് ആ കമൻറ്റ് ബോക്സിൽ നിറയെ തെറിവിളികളായിരുന്നു. നീ ആരാണ് അവളെ കുറ്റം പറയാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് എത്തുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കും ഉൾപ്പെടെയുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ദിയ കൃഷ്ണ വെറും ഒരു പാവമായതുകൊണ്ട് നിന്നെ ഇപ്പോഴും വെറുതെ വിടുന്നു, ഞങ്ങൾ വല്ലതുമായിരുന്നെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തേനെ, ഇങ്ങനെയൊക്കെയാണ് നീ പെരുമാറുന്നത്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. കുറേയധികം നാളുകൾക്ക് മുൻപേ, അതായത് ഈ വ്യക്തിയുമായി ദിയ കൃഷ്ണ ബന്ധം വേർപെടുത്തിയ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അന്നത് ദിയ വെറുതെ പറഞ്ഞതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ബന്ധം വേർപെടുത്തുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തോന്നി. എന്നാൽ ഇപ്പോൾ നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തി കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ദിയ കൃഷ്ണ പറഞ്ഞത് സത്യമാണ് എന്ന്. കുഞ്ഞും കുടുംബവുമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്, അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്നല്ല. ജനിച്ച കുഞ്ഞിനെ ഉൾപ്പെടെ പറയുന്ന രീതിയിലാണ് നീ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇതൊന്നും നല്ലതിനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയയുടെ ഈ പഴയ കാമുകന്റെ പോസ്റ്റിൽ തന്നെ എല്ലാവരും എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.